NFC സ്മാർട്ട് സ്റ്റാൻഡ് ഒരുപക്ഷെ ചില സ്ഥലങ്ങളിലൊക്കെ കാണുന്നത് ഇത് മാത്രമേ ഉണ്ടാവുള്ളൂ, നിങ്ങൾ QR കോഡ് സ്കാൻ ചെയ്യണം. പക്ഷെ അവിടെയും ഒരു ഡിഫറൻസിയേഷൻ അബ്ബാസ് കൊണ്ടുവരണം. എന്താണ് അതൊന്ന് പറഞ്ഞേക്ക്. ഇത് ജസ്റ്റ് നമുക്ക് ടാപ്പ് ചെയ്ത് കഴിഞ്ഞാൽ ഇതേപോലെ ടാപ്പ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മളെ ഷോപ്പിന്റെ എല്ലാ ഡീറ്റെയിൽസും ഗൂഗിൾ റിവ്യൂ, ഇൻസ്റ്റാഗ്രാം, ഒരു ഒറ്റ ലിങ്കിൽ തന്നെ ഒറ്റ QR എല്ലാ ഡീറ്റെയിൽസും കിട്ടുന്നതാണ്. 2 വർഷങ്ങൾക്ക് മുമ്പ് നമ്മൾ അബ്ബാസിനെ നമ്മുടെ യൂട്യൂബ് ചാനലിലൂടെയും ഫേസ്ബുക്കിലൂടെയും നമ്മൾ പരിചയപ്പെടുത്തുകയുണ്ടായി. വീണ്ടും അബ്ബാസിന്റെ ബിസിനസ് ഡെവലപ്പ് ആയിരിക്കണം. NFC കാർഡ്സുകളാണ് അബ്ബാസ് ചെയ്യുന്നത്. അന്നൊരു പക്ഷേ ഒരു എന്താ പറയുക PVCയിലായിരുന്നു നമ്മൾ ചെയ്തത്. പക്ഷേ ഇന്ന് അത് മാറി മെറ്റലിലേക്ക് ആള് വന്നിരിക്കുക അല്ലേ? പുതിയ കുറെ മാറ്റങ്ങളൊക്കെ വരുത്തി നമ്മുടെ ബിസിനസ്. എന്താണ് നമ്മുടെ ഇപ്പോഴത്തെ ഒരു പ്രത്യേകതകൾ എന്തൊക്കെയാണ്? ഇപ്പോൾ ആദ്യം നമ്മൾ PVCയിൽ മാത്രമേ വരുന്നത്. ഇപ്പൊ മെറ്റല്, വുഡനില് ഒക്കെ വരുന്നുണ്ട്. വുഡിലും വരുന്നുണ്ട്. ഇപ്പൊ എന്റെ ഇരിക്കുന്നത് മെറ്റലും അതുപോലെ തന്നെ PVC. നമ്മൾ എൻ്റെ തന്നെ ഒന്ന് ടാപ്പ് ചെയ്ത് നോക്കിയത് നല്ല രസമുണ്ട് കേട്ടോ. സാധാരണ ഒരു ബിസിനസ് കാർഡായിട്ടൊക്കെ ഉപയോഗിക്കാൻ പറ്റുന്നതാണ്. മെറ്റലാകുമ്പോൾ പോകുമോ എന്നുള്ള പേടിയും വേണ്ട. ശരിയല്ലേ? നമുക്ക് എന്തായാലും നമ്മൾ തന്നെ ഒന്ന് ടാപ്പ് ചെയ്തേക്കാം. യെസ്. ഇപ്പൊ എത്ര ഇത് അന്ന് ഇത്രയും എലമെന്റ്സ് ഇല്ലായിരുന്നു. ഇപ്പൊ എന്തൊക്കെയാ വരുന്നത്? ഇപ്പൊ നമുക്ക് സോഷ്യൽ മീഡിയ, ഗൂഗിൾ റിവ്യൂ, അതുപോലെ കോൺടാക്ട് സേവ് ചെയ്യാനുള്ള ഓപ്ഷൻ, പ്രോഡക്റ്റ്, സർവീസസ്, അതുപോലെ മൾട്ടിപ്പിൾ തീമുകൾ നമ്മൾ ആഡ് ചെയ്തിട്ടുണ്ട്. അതെ അതെ. പിന്നെ നമ്മൾ വാട്സ്ആപ്പ് ചാനലിലേക്ക് ജോയിൻ ചെയ്യാനുള്ള ലിങ്ക്, അങ്ങനെയുള്ള എല്ലാ ലിങ്കുകളും സെറ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. നമുക്ക് ചെയ്യാൻ പറ്റും. എല്ലാ കാര്യങ്ങളും നമുക്ക് ഇന്റർഫേസ് നമുക്ക് എഡിറ്റ് ചെയ്യാവുന്നതാണ്. കസ്റ്റമർക്ക് തന്നെ കസ്റ്റമർക്ക് എഡിറ്റ് ചെയ്യാവുന്ന. ഓക്കെ. ഇപ്പൊ ഒരു പക്ഷേ നാളെ ഒരു ഫോട്ടോ മാറ്റണമെങ്കിൽ നമുക്ക് അതിൻ്റെ അകത്ത് മാറ്റാം. അതെ. അതുപോലെ ലിങ്കുകൾ എന്ത് വേണമെങ്കിലും എല്ലാ ഡീറ്റെയിൽസും നമുക്ക് ഇതിനകത്ത് അപ്ഡേറ്റ് ചെയ്യാവുന്ന. വേറെ കുറച്ച് കാര്യങ്ങൾ കൂടെ അബ്ബാസ് ഡെവലപ്പ് ചെയ്തിട്ടുണ്ട്. നോക്കാം. ഇത് ഒരുപക്ഷെ നമ്മുടെ ഇതിനെന്താ ആക്ച്വലി പറയുന്നതാണ്? സ്മാർട്ട് സ്റ്റാൻഡ്. സ്മാർട്ട് സ്റ്റാൻഡ് NFC സ്മാർട്ട് സ്റ്റാൻഡ് ഒരുപക്ഷെ ചില സ്ഥലങ്ങളിലൊക്കെ കാണുന്നത് ഇത് മാത്രമേ ഉണ്ടാവുള്ളൂ, നിങ്ങൾ QR കോഡ് സ്കാൻ ചെയ്യണം. പക്ഷെ അവിടെയും ഒരു ഡിഫറൻസിയേഷൻ അബ്ബാസ് കൊണ്ടുവരണം. എന്താണ് അതൊന്ന് പറഞ്ഞേക്ക്. ഇത് ജസ്റ്റ് നമുക്ക് ടാപ്പ് ചെയ്ത് കഴിഞ്ഞാൽ ഇതേപോലെ ടാപ്പ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മളെ ഷോപ്പിന്റെ എല്ലാ ഡീറ്റെയിൽസും ഗൂഗിൾ റിവ്യൂ, ഇൻസ്റ്റാഗ്രാം, ഒരു ഒറ്റ ലിങ്കിൽ തന്നെ ഒറ്റ QR എല്ലാ ഡീറ്റെയിൽസും കിട്ടുന്നതാണ്. സാധാരണഗതിയിൽ ഇപ്പം നമ്മൾ കാണുന്നത് വെച്ചാൽ ഈ QR കോഡ് സ്കാൻ ചെയ്യണം. സ്കാൻ ചെയ്തതിന് ശേഷമാണ് നമ്മൾ അതിനൊന്നും വേണ്ട. ഇപ്പം അത് വേണ്ട. മാത്രമല്ല ഒരു QR കോഡിൽ സാധാരണ രീതിയിൽ ഒരെണ്ണം കിട്ടുള്ളൂ. എക്സാമ്പിൾ ഒരു ഇൻസ്റ്റാഗ്രാമിന്റെ കൊടുത്തു കഴിഞ്ഞാൽ ഇൻസ്റ്റാഗ്രാം മാത്രമേ കിട്ടുള്ളൂ. ഇതിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഒറ്റ QR കോഡ് അല്ലെങ്കിൽ ഒറ്റ ടാപ്പിങ്ങിൽ നമ്മൾ എല്ലാ ഡീറ്റെയിൽസും സോഷ്യൽ മീഡിയയിൽ ഏതൊക്കെ സോഷ്യൽ മീഡിയ ഉപയോഗിക്കുന്നുണ്ടോ അതെല്ലാം കൊടുക്കാം. അതോടൊപ്പം തന്നെ ഗൂഗിൾ റിവ്യൂ, കോൺടാക്ട് നമ്പർ സേവ് ചെയ്യാനുള്ള ഓപ്ഷൻ, എല്ലാ കാര്യങ്ങളും ഇതിനകത്ത് കൊടുക്കാവുന്ന ചെയ്യാൻ പറ്റും. ഇത് ഏതൊക്കെ രീതി? ഇത് ഏത് മെറ്റൽ വെച്ചുണ്ടാക്കുന്നത്? PVC? ഇത് അക്രിലിക് ആണ്. പ്രീമിയം അക്രിലിക് വെച്ചിട്ടാണ് ചെയ്യുന്നത്. ഓക്കെ. ഇത് ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഇത് മെറ്റലിന് ഇതൊക്കെ എന്തൊക്കെയാണ് റേറ്റ് വരുന്നത്? ഇത് നമുക്ക് സ്മാർട്ട് സ്റ്റാൻഡ് 1500 ആണ് വരുന്നത്. 1500. ഈ മെറ്റൽ വരുമ്പോൾ മെറ്റൽ ശരി ആക്ച്വലി എൻഗ്രേവിംഗ് ആണ്, പ്രിന്റിംഗ് അല്ല, ലേസർ എൻഗ്രേവിംഗ് ആണ് വരുന്നത്. 2500 ആണ് അതിന്റെ കോസ്റ്റ് വരുന്നത്. 2500. ഒരു വർഷത്തേക്ക് അങ്ങനെ എന്തെങ്കിലും അപ്ഗ്രേഡ് അങ്ങനെ ഇല്ല. ഫസ്റ്റ് 2 ഇയറിന് ശേഷം ഒരു ചെറിയൊരു റിന്യൂവൽ ഫീസ് വരുന്നുണ്ട്. ഇപ്പൊ ഒരു സ്ഥാപനത്തിലേക്ക് ഒരു ഗൂഗിൾ റിവ്യൂ മാത്രം മതി, അതും NFC ആയിട്ട് നമുക്ക് സെറ്റ് ചെയ്യാൻ കൊടുക്കാവുന്ന. ഒന്ന് ടാപ്പ് ചെയ്ത് നോക്കിയത്, ഒന്ന് ടാപ്പ് ചെയ്യാം. നമ്മുടെ ആൾക്കാരൊന്ന് കാണട്ടെ. ടെക്നോളജി മാറിയിട്ടാ. ഇതൊക്കെ നിങ്ങൾ ഷോപ്പിൽ വെച്ചോ. പണ്ട് ഇത് സ്കാൻ ചെയ്യണമായിരുന്നു, ഇത് വേണ്ട. NFC സപ്പോർട്ടോടുകൂടി നമുക്ക് ഡീറ്റെയിൽസ് ഡയറക്റ്റ് റിവ്യൂലേക്ക് പോകും. ചെയ്യാൻ പറ്റില്ല. സ്റ്റാർ ഇട്ടിട്ട് നമുക്ക് കമന്റ് അടിച്ച് ജസ്റ്റ് സബ്മിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഇതെന്താ പറയുക, കസ്റ്റമറുടെ ഫോൺ അടുത്താണ് ഇരിക്കുന്നതെങ്കിൽ പോലും ഈ സാധനം ടാപ്പ് ചെയ്താൽ മതി. അതെ അല്ലേ? ടാപ്പ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അതുപോലെ തന്നെ അതെ ഒരു മെനു സാധനങ്ങളൊക്കെ നമുക്ക് അങ്ങനെ ചെയ്യാനായിട്ട് പറ്റുന്നതാണോ? മെനു. അതെ അതെ അതെ. ഇതും NFC തന്നെയാണോ? ഇതും NFC തന്നെയാണ്. ഹോട്ടലിന്റെ മെനൂസ് ഒക്കെ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് ഇതിനെ സെറ്റ് ചെയ്യാവുന്നതാണ്. ഹോട്ടലിലെ മെനു നിങ്ങളുടെ ഡൈനിങ് ടേബിളിൽ വെച്ച് കൊടുത്താൽ മാത്രം മതി. അതെ. ഏതൊക്കെയാണ് പ്രോഡക്റ്റ് എന്നുള്ള കാര്യങ്ങൾ ഇത് വേണമെങ്കിൽ ഡൈനിങ് ടേബിൾ നമുക്ക് സെറ്റ് ചെയ്ത് കൊടുക്കാം. ഡൈനിങ് ടേബിൾ ഓരോ ടേബിളും സെറ്റ് ചെയ്ത് കൊടുക്കാം. യെസ്. അപ്പോൾ ഇതിലേക്ക് അവർ വാട്സപ്പിലേക്ക് കണക്ട് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. പ്രൊഡക്റ്റിന്റെ ഡീറ്റെയിൽസ്, എല്ലാ പ്രൊഡക്റ്റിന്റെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ ഇതിനകത്ത് കാണിക്കും. ഒരു പ്രൈസ് കാര്യങ്ങൾ ഉൾപ്പെടെ. ഇത് കൊള്ളാട്ടോ. നിങ്ങൾക്കൊരു റെസ്റ്റോറൻറ്റ് ഉണ്ടെന്നുണ്ടെങ്കിൽ ഇത് നിങ്ങളുടെ ആ ഒരു ടേബിളിൽ അല്ലെങ്കിൽ ഇതേപോലെ ഏതെങ്കിലും ഒരു ഡിസൈൻസിലെ ടേബിളിൽ വെച്ച് കഴിഞ്ഞാൽ കസ്റ്റമറോട് പറയുക ഒന്ന് NFC വഴി ടാപ്പ് ചെയ്താൽ മതി. ടാപ്പ് ചെയ്ത് കിട്ടാത്ത സാഹചര്യം വരികയാണെങ്കിൽ മാത്രം നിങ്ങൾ QR സ്കാൻ ചെയ്താൽ അപ്പോൾ തന്നെ അവരുടെ ഇതിലൊരു ലിങ്കായിട്ട് അതിൻ്റെ അകത്ത് ലഭിക്കുകയും ചെയ്യും. ഇത് കൊള്ളാവുന്നൊരു സാധനമാണ്. പിന്നെ അടുത്ത അതുപോലെ തന്നെ ഇപ്പോൾ നമുക്ക് NFC കീ ചെയിൻസ് കാര്യങ്ങളൊക്കെ നമ്മളിപ്പോൾ ചെയ്തിട്ടുണ്ട്. നമുക്ക് NFC കീ ചെയിൻസ് അതുപോലെ നമ്മളെ ഡീറ്റെയിൽസ് എല്ലാം
NFC കീ ചെയിൻസ്. യെസ്, ഡീറ്റെയിൽസ് എല്ലാം കീ ചെയിനിൽ ഉണ്ടാവും. യെസ്, അതുപോലെ തന്നെ നമുക്ക് ഇപ്പോൾ ഇവിടെ മനസ്സിലാക്കുന്നത് ഇതൊക്കെ ഇത് മെറ്റലിൽ ചെയ്തേക്കുന്നതാണല്ലേ? അല്ല, അത് അക്രിലിക് തന്നെയാണ്. അക്രിലിക്കാണ്. ഓക്കെ ഓക്കെ. അത് ഈ സോഷ്യൽ മീഡിയ സ്റ്റാൻഡ് 2 QR ഒക്കെ ഉള്ളതാണെങ്കിൽ അത് വെച്ചിട്ട് യൂസ് ചെയ്യും. സാധാരണ ചില ഹോട്ടൽസിലൊക്കെ ചെല്ലുമ്പോൾ സ്കാൻ യുവർ ഇൻസ്റ്റാഗ്രാം എന്ന് മാത്രമായിരിക്കും ചിലപ്പോൾ കാണുന്നത്. അതെ, ചിലപ്പോൾ ഒരു വാട്സപ്പ് ചാനൽ കാണില്ല, ഫേസ്ബുക്ക് കാണില്ല, യൂട്യൂബ് കാണില്ല. ഇതെല്ലാം NFC സ്കാൻ ചെയ്താൽ ഒരു ഇതിലെല്ലാം ലഭിക്കുമെന്നുള്ള പ്രത്യേകത തന്നെ. യെസ്, അതുപോലെ ഇപ്പോൾ കൂടുതലും റിവ്യൂ ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണല്ലോ. ഇപ്പോൾ പഴയ പോലെ അല്ല, ഗൂഗിൾ റിവ്യൂ ആകുമ്പോൾ അപ്പോൾ നമുക്ക് എംപ്ലോയിയുടെ ID കാർഡ് ഇതുപോലെ നമുക്ക് ചെയ്ത് കൊടുക്കാം, NFC ആയിട്ട് ചെയ്ത് കൊടുക്കാം. ഇതിലെന്താ പ്രത്യേകത വരുന്നത്? ഇത് ടാപ്പ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ഈ പറഞ്ഞ എല്ലാ ഡീറ്റെയിൽസും സോഷ്യൽ മീഡിയ അതുപോലെ ഗൂഗിൾ റിവ്യൂ കാര്യങ്ങളെല്ലാം ഇതിനകത്ത് കാണിക്കും, വരുന്നുണ്ട്. അതെ. അപ്പോൾ ഈ ഫീൽഡിലൊക്കെ പോകുന്ന ഇത് നമ്മൾ സർവീസ് കൊടുത്ത് അവിടെ നിന്ന് തന്നെ റിവ്യൂ കളക്ട് ചെയ്തിട്ട് വരാൻ പറ്റും. ലിങ്ക് അയച്ചു കൊടുക്കേണ്ട കാര്യമൊന്നുമില്ല, ജസ്റ്റ് നമുക്ക് ടാപ്പ് ചെയ്യുക, നമ്മുടെ ഡീറ്റെയിൽസ് അതിനകത്ത് കിട്ടും. ഒറ്റ ക്ലിക്കിൽ തന്നെ എല്ലാ കാര്യങ്ങളും ചെയ്യാൻ പറ്റും. ഇത് എംപ്ലോയീസിനൊക്കെ എങ്ങനെ ചെയ്യാൻ പറ്റും? അതൊരു ID കാർഡ് കം ബിസിനസ് കാർഡായിട്ട് കാർഡായിട്ട് ചെയ്യാൻ പറ്റും. എൻ്റെത് ഓൾറെഡി അബ്ബാസ് ചെയ്ത് നോക്കിട്ടുണ്ടാ. ഇനി ഞാൻ വല്ലപ്പോഴും നമ്മുടെ ആൾക്കാർ കാണുകയാണെങ്കിൽ ഇതന്ന വീഡിയോയിൽ അബ്ബാസ് എന്നല്ലത് ചോദിക്കുന്നത് ഇതെനിക്കുള്ളതല്ലേ? താങ്ക് യു സോ മച്ച്. അപ്പോൾ എന്തായാലും വെറൈറ്റി ഡിസൈൻസിനാണ് അബ്ബാസ് ഇത് ചെയ്തിരിക്കുന്നത്. നിങ്ങളുടെ ഡിസൈൻ അനുസരിച്ചിട്ട് ആള് കസ്റ്റമൈസ് ചെയ്ത് ഈ സാധനം തരുമെന്ന് അർത്ഥം. അതായത് ഒരുപാട് കസ്റ്റമേഴ്സ് ഒരു ഷോപ്പിൽ വരുന്നുണ്ടാവുക, ദിവസം വാക്കിംഗ് ക്ലയൻസ് വരുന്നുണ്ടാവുക. അപ്പോൾ അവരെ കൊണ്ട് ഒരു 10 കസ്റ്റമറെ കൊണ്ടെങ്കിലും നമ്മൾ ഇതിൽ ഇങ്ങനത്തെ സ്റ്റാൻഡ് അവരുടെ കയ്യിലുണ്ടെങ്കിൽ ജസ്റ്റ് ടാപ്പ് ചെയ്യിപ്പിച്ച് അവരെ കൊണ്ട് സോഷ്യൽ മീഡിയക്ക് ഫോളോ ചെയ്യിക്കുക, അല്ലെങ്കിൽ ഗൂഗിൾ റിവ്യൂ ചെയ്യിപ്പിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിനുള്ള ഭയങ്കര മാറ്റം വരും. അല്ല, ഇനിയുള്ള കാലം എന്ന് പറഞ്ഞാൽ അങ്ങനെയാണ്. നമ്മുടെ ഡിജിറ്റൽ വിസിബിലിറ്റിയും കൂടെ ആളുകളിലേക്ക് എത്തിച്ചാലാണ് ബിസിനസ് ഗ്രോ ചെയ്യാം. അപ്പോൾ എന്തായാലും ഇതിൻ്റെ ഇന്നോവേഷൻസും അതിൻ്റെ ഐഡിയാസും അതിൻ്റെ കോൺസെപ്റ്റും നമുക്ക് ഇഷ്ടപ്പെട്ടു. പുതിയൊരു അപ്ഡേഷൻ, നമ്മൾ പഴയതിനു ശേഷം പുതിയൊരു അപ്ഡേഷൻ വന്നിരിക്കുന്നു. മെറ്റലിലേക്ക് അബ്ബാസ് ഇതിനെ മാറ്റിയിട്ടുണ്ട്. അതുപോലെ തന്നെ നിങ്ങളുടെ ഈ സ്മാർട്ട് സ്റ്റാൻഡ് NFC ആയിട്ട് ഇത് നമ്മളുടെ വീഡിയോ കണ്ടിട്ട് വന്ന നമ്മൾ ചെറിയൊരു സ്റ്റാൻഡ് അവിടെ വെച്ചിട്ടുണ്ടായിരുന്നു, അത് കണ്ടിട്ട് ഒരു ഇൻട്രസ്റ്റഡ് ആയിട്ട് വന്നതാണ്. നെസ്റ്റോ ഗ്രൂപ്പ് സൗദിയിലേക്ക് ചെയ്തായിരുന്നു. അവർ 30ഓളം ബ്രാഞ്ചിലേക്ക് സൗദിയിലേക്കുള്ള NFC ആണോ ചെയ്തത്? NFC ആണ്. 1500 ഇത് വരുന്നത്, പക്ഷേ അതിന്റെ ഇമ്പാക്ട് ഭയങ്കര വലുതായിരിക്കും എന്നർത്ഥം. അപ്പോൾ എന്തായാലും സന്തോഷം, ഇതൊക്കെ നമ്മുടെ ആളുകളിലേക്ക് പരിചയപ്പെടുത്താൻ പറ്റിയ സന്തോഷം. എല്ലാവിധ ആശംസകളും. ഇനി ഉണ്ടാകട്ടെ ബിസിനസ്. വീണ്ടും കാണാം കേട്ടോ. ഓക്കെ, താങ്ക് യു.